السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് നാം ചെലവഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഏറ്റവും നല്ലതായിരിക്കണം ചെലവഴിക്കേണ്ടത്. അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായിരിക്കണം നാം ചെലവഴിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, തീർച്ചയായും നിങ്ങൾ പുണ്യം എത്തിച്ചവരാകുകയില്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. നിങ്ങൾ ചെലവഴിക്കേണ്ടത്, നിങ്ങൾ ധർമ്മം ചെയ്യേണ്ടത് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുണ്യം എത്തിക്കാൻ കഴിയൂ എന്നാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ചെലവഴിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ ആൽ ഇമ്രാനിലെ 92-ാമത്തെ ആയത്താണിത്. അല്ലാഹു തആല നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബത്തും, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഏറ്റവും നല്ലത് നിങ്ങൾ ചെലവഴിക്കണം. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നവയിൽ നിന്നും. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ ചീത്തയായത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കരുത്. ഏറ്റവും മോശമായത് ചെലവഴിക്കാൻ നിങ്ങളൊരിക്കലും ഉദ്ദേശിക്കരുത്. നിങ്ങളെപ്പോഴും നല്ലതായിരിക്കണം ചെലവഴിക്കേണ്ടത്. അൽ-ബഖറ 267-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ലത് ചെലവഴിക്കണം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിക്കണം എന്നതിന് ഹദീസുകളിലും ധാരാളം തെളിവുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണി, ഖാൽ, അദ്ദേഹം പറയുകയാണ്, കാന അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു അക്തറൽ അൻസാരി ബിൽ മദീനത്തി മാലം മിൻ നഖ്ലിൻ, അൻസാറുകളുടെ കൂട്ടത്തിൽ മദീനയിലെ ഏറ്റവും കൂടുതൽ ഈന്തപ്പനത്തോട്ടം ഉള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു. മദീനയിലെ ഏറ്റവും കൂടുതൽ ഈന്തപ്പനത്തോട്ടം ഉള്ള മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബൈറുഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, തൻ്റെ ധനത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ബൈറുഹാ തോട്ടമായിരുന്നു. ബീറുഹാ എന്നും ബൈറുഹാ എന്നും പറയാവുന്നതാണ്. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ധനം ബൈറുഹാ തോട്ടമായിരുന്നു. വക്കാനത്ത് മുസ്തഖ്ബിലത്തൽ മസ്ജിദി, ആ തോട്ടം നിലകൊണ്ടിരുന്നത് മദീന പള്ളിയുടെ മുൻവശത്തായിരുന്നു. മസ്ജിദ് നബവിയുടെ മുൻവശത്തായിരുന്നു ആ തോട്ടം നിലകൊണ്ടിരുന്നത്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഖുലുഹ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബൈറുഹാ തോട്ടത്തിൽ കടക്കാറുണ്ട്. വയശ്റബു മിൻ മാഇൻ ഫിഹാ തയ്യിബിൻ, എന്നിട്ട് അവിടെ വെച്ച് റസൂലുള്ള ശുദ്ധജലം കുടിക്കാറുമുണ്ട്. കാല അനസുൻ,
അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, അഥവാ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, തീർച്ചയായും നിങ്ങൾ പുണ്യം എത്തിച്ചവരാകുകയില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാമ അബൂ തൽഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഫഖാൽ, എന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നല്ലാഹ തആല അൻസല അലൈക, അല്ലാഹു തആല അങ്ങേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം എത്തിച്ചവരാവുകയില്ല എന്ന ആയത്ത് നബിയെ തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ വഇന്ന അഹബ്ബ മാലി ഇലയ്യ, എന്നാൽ എൻ്റെ ധനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബൈറുഹാ തോട്ടമാണ്. വഇന്നഹാ സദഖത്തു ലില്ലാഹി തആല, ആ ബൈറുഹാ തോട്ടം അള്ളാഹുവിനായി ഞാൻ സദഖ ചെയ്തിരിക്കുകയാണ്, ദാനം ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞാനത് ദാനമായി നൽകിയിരിക്കുകയാണ്. അർജു ബിർറഹ വദുഖറഹ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ ഒരു മഹത്തായ പുണ്യമായും ഒരു നിക്ഷേപമായും ഞാൻ അത് പ്രതീക്ഷിക്കുകയാണ് എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫദഅഹ യാ റസൂലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, തങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കോളൂ. ഹൈസു അറാഖല്ലാഹ്, അള്ളാഹു തങ്ങളോട് നിർദ്ദേശിക്കും പ്രകാരം ആ തോട്ടം തങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഖിൻ, ബേഷ്, ദാലിക മാലുൻ റാബിഹുൻ, ദാലിക മാലുൻ റാബിഹുൻ, അതൊരു ലാഭക്കച്ചവടമാണ്, അതൊരു ലാഭക്കച്ചവടമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വട്ടം പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഖദ് സമീഅതു മാ ഖുൽത, ഓ അബൂ തൽഹ, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുകയാണ്. വഇന്നി അറാ അൻ തജ്അലഹാ ഫിൽ അഖ്റബീൻ, അതുകൊണ്ട് ആ തോട്ടം നിങ്ങൾ നൽകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ആ തോട്ടം നിങ്ങൾ നൽകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഫഖാല അബൂ തൽഹ, അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഫ്അൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം. ഫഖസ്സമഹ അബൂ തൽഹ, അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ ബൈറുഹാ തോട്ടത്തെ ഭാഗിക്കുകയാണ്. ഫി അഖാരിബി, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ബന്ധുക്കളിൽ, ബനി അമ്മിഹി, തൻ്റെ പിതൃ പുത്രന്മാരിലേക്കും പിതൃ സഹോദരന്മാരിലേക്കും അവരുടെ മക്കളിലേക്കൊക്കെ ആ ബൈറുഹാ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീതിക്കുകയാണ്, അതിനെ ഭാഗിക്കുകയാണ്. തൻ്റെ പിതൃസന്താനങ്ങൾക്കും അതുപോലെ തൻ്റെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആ ബൈറുഹാ തോട്ടം ബഹുമാനപ്പെട്ടവർ വീതിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കൊണ്ടുവരുന്നത് തന്നെ, അതുപോലെ നാം മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവരുടെ റിയാദ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ബാബുൽ ഇൻഫാഖ് മിമ്മാ യുഹിബ്ബു വമിനൽ ജയ്യിദി, ബാബുൽ ഇൻഫാഖ് മിമ്മാ യുഹിബ്ബു, ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിക്കണം എന്ന് പറയുന്ന അധ്യായം.
അതുപോലെ ഒമിനൽ ജയ്യദി ഏറ്റവും നല്ലത് ചെലവഴിക്കണം എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് അതുപോലെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിരിക്കുന്നത്. ആ മഹാന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുക, അള്ളാഹുവിന് പൊരുത്തം ലഭിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.